രണ്ടുപേരെയൊക്കെ വിളിക്കാനുണ്ടായിരുന്നു. കല്യാണമൊക്കെ മംഗളമായിട്ട് നടന്നു. പക്ഷേ ഒരു മനപ്രയാസം. നമുക്ക് വേണ്ടപ്പെട്ട രണ്ടു മൂന്നുപേരെ വിളിക്കാൻ പറ്റിയില്ല. മറ്റേ കുന്നുമേ ശാന്ത, ഒറ്റപ്പാല ഓമന, അടുത്ത കല്യാണത്തിന് വിളിക്കാലോ. ഹാപ്പി മാരിയഡ് ലൈഫ്. കല്യാണത്തിന് ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ വിളിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ ഇന്നാക്കിയത്. അതിനെന്താ വിളിക്കാത്ത ഒത്തിരി പേര് വന്നല്ലോ. ഉണ്ണിയാർച്ചി ഇല്ലേ? ഉണ്ടല്ലോ, വിളിക്കാം. ഞാനിവിടെ ഉണ്ട്. എന്താ കൊണ്ടുപോകാൻ വന്നതാ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങോട്ടാ? നമ്മുടെ സർക്കാരിന്റെ വക കുറച്ച് മുറികൾ പണിതിട്ടുണ്ട് അങ്ങ് വിയൂരും പൂജപ്പുരയും. അതിലൊരു മുറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സദാശിവനാരുടെ ആത്മഹത്യയെക്കുറിപ്പാണ്. എന്റെ സാറേ, രേഖാപ്രകാരം ഈ നിൽക്കുന്ന ചിന്നമ്മ, അതായത് എന്റെ ഭാര്യ, ആ കമ്പനിയിലെ വെറും സാധാരണ ജീവനക്കാരിയാ. യഥാർത്ഥ MD എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന റാണിമോള. അതുകൊണ്ട് തന്നെ ചിന്നമ്മയ്ക്കെതിരെ കേസെടുക്കാൻ പറ്റുകയില്ലല്ലോ. വേണ്ടല്ലോ, പ്രതി മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ. പുതുപ്പെണ്ണ് തന്നെ പോരട്ടെ ആ മുറിയിലേക്ക്. മനസ്സിലേ എങ്ങോട്ടാ? അവിടെ ഇല്ലേ, അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. റാണി മോള് ഇവിടുത്തെ MD ആണെങ്കിൽ ഞാനും ചിന്നമ്മയും ഇവിടുത്തെ MD. അവരെ തടയണ്ട. അവന് മോളിൽ പോലീസ് ഉണ്ടല്ലോ. ഇവരവിടെ എത്തും മുമ്പ് അവരുടെ വിളി അങ്ങ് എത്തും. അതെ. അങ്ങനെ ഇവൾ കുളിക്കുമ്പോൾ ഇനി നിങ്ങളെ പറ്റിയ ഒരക്ഷരം ഞാൻ എഴുതൂല. ജേനു മുത്തേ, നമ്മൾ വിചാരിച്ച് ആരോ ചീത്ത അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. വെള്ളിയാഴ്ച തസർ ബാങ്ക് വിളിക്കുമ്പോൾ ഞാനവിടെ ഉണ്ടാവും. പോരെ? എന്ത് പിടിക്കാനും പൈസ വെച്ച് ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂല്ലോ. ഓൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വാട്സാപ്പിലേക്ക് ഇട്ട് അയച്ചോ. ഓനെ ഞാൻ ശരിയായി കൊടുക്കാം. പീഡിയക്കാരൻ്റെ എന്താണ് ഇതൊന്നും വിറ്റില്ല? വിളിച്ചു പോയി മനുഷ്യനെ തൊണ്ട പൊട്ടി. എരിവും പുളിയില്ലാത്ത വാർത്ത മനുഷ്യന്മാര് വാങ്ങോ? ഇങ്ങനെ നോണ പറയില്ല. എന്റെ കീശ പൈസ ഉണ്ടല്ലോ, നോക്കട്ടെ. ഇല്ല, അള്ളാനാണ് ഇല്ല. ഇതെന്താ ധാരാണ്ടോ? വാപ്പയാ, റേഷൻ കടയിൽ കൊടുക്കാനുള്ളതാ. തന്റെ വാപ്പയാ? ആ, എന്താ? ഇന്നത്തേക്കുള്ള നല്ല ചൂടുള്ള വാർത്തയായല്ലോ. 70കാരൻ 7 വയസ്സുകാരിയെ 7 വയസ്സാക്കണോ 7 മാസാക്കണോ? 7 മാസാക്കുന്ന ഒന്നുകൂടി ഉസാറുണ്ടാവും. 7 മാസമുള്ള കുട്ടിയെ പീഡിപ്പിച്ചു. സ്കൂളിൽ പോകുന്ന വഴിയിലാണ് സംഭവം. ഇതിലും ഭേദേ പത്രാധിപരെ ജോലിക്കാരൻ കുത്തിക്കൊന്നു എന്നുള്ള വാർത്തയാ. ആരെ കൊല്ലുന്ന കാര്യമാടാ അത്? ചൂടുള്ള വാർത്തന്റെ കാര്യം പറഞ്ഞ നീ വെക്കോ. നിനക്ക് ചൂടുള്ള വാർത്തയല്ലേ വേണ്ടത്? ഞാൻ തരാം. അല്ലോ, നിങ്ങളിത് കൂട്ടിക്കാനുള്ള പരിപാടിയാ. ഇനി നിന്റെ ഇടിവെട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ വാർത്തയുമായിട്ടായിരിക്കണം. അല്ലൊത്തും നമ്മൾ അടിക്കൂല. ഇല്ലെങ്കിൽ ആ ആത്മഹത്യാ കേസിൽ നിന്നെ ഞാൻ പെടുത്തും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അല്ല, ചെയ്താനും കടലിൽ നടക്കായല്ലോ. ഇത് ചെയ്ത ഓള് നമ്മളെ വാൾ പോസ്റ്റ് ആക്കും. എന്തേലാവട്ടെ. ചൂടുവാർത്ത, ചൂടുവാർത്ത, ചിട്ടിഫണ്ട് പൊട്ടി ഉണ്ണിയാർച്ച മുങ്ങി. ചൂടുവാർത്ത, 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 ചിട്ടിഫണ്ട് പൊട്ടി ഉണ്ണിയാർച്ച മുങ്ങി. ഒരെണ്ണം വാങ്ങേട്ടാ. ചൂടുവാർത്ത, ചൂടുവാർത്ത, ചിട്ടിഫണ്ട് പൊട്ടി ഉണ്ണിയാർച്ച മുങ്ങി. 5 രൂപ, 5 രൂപ. ചൂടുവാർത്ത. നമ്മളെ കൊല്ലി ശ്വാസം മുട്ടിട്ട് വീട്ടി നീ എന്തിനാടാ വാർത്ത കൊടുത്തത്? ഞാൻ തീർത്തോളാം. പടച്ചോനരിച്ച് നമ്മളെ കൊല്ലല് 4 മക്കൾക്ക് വാപ്പല്ലാണ്ടിയാവും. പടച്ചോനാലിച്ച് നമ്മളും ചെയ്യല്ലേ 4 മക്കൾക്ക് വാപ്പല്ലാണ്ടിയാവും. ആ SI ഇവിടെ കുത്തിരി ചെയ്യിച്ച പണിയാ. മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ട് തീരാൻ സമ്മതിച്ചില്ല.
എന്തുദ്ദേശത്തിലാ താൻ ഈ വാർത്ത പത്രത്തിൽ കൊടുത്തത്? കല്യാണ പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിലെന്താ തെറ്റ്? പത്രക്കാര് ചോദിക്കുമ്പോ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾ കൊടുക്കാറുള്ളതാണ്. അതല്ല ഞാൻ ചോദിച്ചത്. മാനവും മര്യാദയ്ക്ക് നടക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് എന്ത് തോന്നിയാസം എഴുതാമെന്നോ? അത് കമ്പനി പൊട്ടിയെന്നോ? ഈ വാർത്ത പിൻവലിച്ച് നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ ഒലത്തും. അതെ, നീ ഇനി ഏതറ്റം വരെ പോയാലും എനിക്ക് ഒരു പുണ്ണാക്കുമില്ല. ഇത് ഇവിടെ കൊണ്ടെന്ന് തീരുമെന്ന് നീ കരുതണ്ട. അതിന് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ പുക കണ്ടേ ഞാൻ അടങ്ങും. സാറേ, അവരുടെ ചിട്ടിക്കമ്പനി ഇനി തുറക്കില്ല അല്ലേ? വത്സലിക്ക് എന്താ ഇത്ര സന്തോഷം? അല്ല, പിടിച്ച ചിട്ടി ഇനി തിരിച്ചടയ്ക്കണ്ടല്ലോ. കഷ്ടം. കുറച്ച് ചോറ മോനെടുത്ത് കഴിക്ക. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഞാൻ നാളെ കുറച്ച് കാശെത്തിക്കാം. അത് കഴിഞ്ഞ് പോയാൽ മതി. 2 ദിവസം കഴിഞ്ഞ് ഞാനും അങ്ങെത്താം. അപ്പോൾ ഞാൻ ഇറങ്ങുക. മോനെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മച്ചി ആശുപത്രിയിലാണ്. എന്താ പറ്റി? എനിക്കറിഞ്ഞൂടാ. എന്തോ ഓപ്പറേഷൻ വേണമെന്നാ പറയണ. ഒരുപാട് കാശും വേണം. ഞാൻ വരാം, നീ പൊക്കോ. പിന്നെ നീ എൻ്റെ മോനാണെന്നും എനിക്ക് വേറെ ഭാര്യയുണ്ടെന്നും ആ താളക അറിഞ്ഞാൽ അന്ന് എൻ്റെ ശവം വീഴും ഇവിടെ. അപ്പച്ചൻ വരാൻ ഞാൻ പോവില്ല. എന്നാ മോനൊരു കാര്യം ചെയ്യും. ടൗണിലെ അമ്പലത്തിനടുത്ത് ഒരു കൃഷ്ണ ലോഡ്ജുണ്ട്. അവിടെ ഒരു മുറിയെടുത്തോ. അപ്പച്ചൻ്റെ പേര് പറഞ്ഞാൽ മതി. പിന്നെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ചെല്ലേ. ശരി. എടോ, തന്നെ വൃത്തികെട്ട കാല് ഞാൻ വെട്ടിയെടുക്കാൻ പോവാ. പിന്നെ തന്നെ എഴഞ്ഞു പോകേണ്ടി വരും ആ വേഷത്തിനടുത്തേക്ക്. നിനക്ക് ഞാൻ വെറും ഒരു അടിമയാ. എനിക്കും ഉണ്ടടി വികാരം വിചാരവും ഒക്കെ. നിനക്കതുണ്ടോ? നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? എടോ, കെട്ടിയോന് വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് അറിയുന്നത് ഒരു ഭാര്യയെ സഹിക്കില്ല. താൻ അവളുടെ കൂടെ ഒറ്റക്കാലനായി തെണ്ടി നടക്കുന്നത് എനിക്കൊന്ന് കാണണം. വെട്ടടി വെട്ട്. നീ കാലല്ല കൈയും കൂടി വെട്ടിയെടുത്താലും ഞാൻ തെണ്ടാൻ പോകുന്നില്ല. എൻ്റെ മോനതിന് സമ്മതിക്കത്തില്ല. കൂലിപ്പണിയെടുത്താണെങ്കിലും അവൻ എന്നെ പോറ്റിക്കൊള്ളും. പക്ഷേ ആ അവസ്ഥ നിനക്കാണെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്ക്. പുഴുത്ത് പുഴുവരിച്ച് നീ റോഡിൽ കിടക്കും. തെരുവ് നായ പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല. കല്യാണം കഴിഞ്ഞ് 10-40 വർഷം ഞാൻ നിന്റെ മുമ്പിൽ ഇറച്ചിക്കടയിലെ പട്ടിയെ പോലെ കാത്തു കിടന്നില്ലേടി. ഞാൻ ഒരാളടി. ഭർത്താവ് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കഴിവുകേടാടി. പോടി പോ.